ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. അടുത്ത 5 വർഷം കൊണ്ട് തിരുവില്ലാമലയെ വികസിത തിരുവില്ലാമല ആക്കി തീർക്കുമെന്ന് തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ്. തിരുവില്ലാമല പഞ്ചായത്തിൽ 19 സീറ്റിൽ 10 നേടി ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP ഭരണസമിതി അടുത്ത 5 വർഷം കൊണ്ട് തിരുവില്ലാമലയെ വികസിത തിരുവില്ലാമലയാക്കി തീർക്കുമെന്ന് തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ്. 2020-25 കാലയളവിൽ ആദ്യം ഭരണം ലഭിച്ചത് BJPക്കാണെങ്കിലും CPM-ഉം UDF-ഉം ചേർന്നുകൊണ്ട് അവിശ്വാസം കൊണ്ടുവന്ന് BJPയെ താഴെയിറക്കുകയും UDF നറുക്കെടുപ്പിലൂടെ ഭരണത്തിലെത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 4 വർഷത്തെ വികസന മുരടിപ്പ് തന്നെയാണ് UDF-ന് തിരിച്ചടിയായതെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് 2020 ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു വർഷം ഭരിച്ചു. തുടർന്നുണ്ടായ അവിശ്വാസ പ്രമേയത്തിൽ പാർട്ടിയെ ഭരണത്തെ താഴെയിറക്കുകയും UDF-ഉം LDF-ഉം കൊണ്ടൊരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ UDF ഭരണം നിലനിർത്തുകയാണ് ചെയ്തത്. ആ കഴിഞ്ഞ 4 വർഷം തിരുവില്ലാമലയെ സംബന്ധിച്ചിടത്തോളം വികസന മുരടിപ്പിന് 4 വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ പകൽ പോലെ വ്യക്തമാണ്. പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് തന്നെ പ്രഥമ പരിഗണന നൽകുമെന്നും തരിശുഭൂമിയിൽ കൃഷിക്കാവശ്യമായ ജലസേചനം എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് പറഞ്ഞു. തിരുവില്ലാമലയിൽ പറയുകയാണെങ്കിൽ ആദ്യമായി പറയുകയാണെങ്കിൽ കുടിവെള്ള ക്ഷാമം വളരെയധികം രൂക്ഷമായ ഒരു പഞ്ചായത്താണ്. 3 പ്രദേശവും നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. എന്നാൽ ഏറ്റവും സങ്കീർണമായ കുടിവെള്ള പ്രശ്നങ്ങളുള്ള നാടാണ് തിരുവില്ലാമല. അപ്പോൾ ജനങ്ങളുടെ കുടിവെള്ളം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ട കാര്യം. ഒരുപാട് സ്ഥലങ്ങൾ തരിശു നിലങ്ങളായി കിടക്കുന്നുണ്ട്. ആ തരിശു നിലങ്ങളൊക്കെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ വെള്ളം പമ്പ് ചെയ്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ട ജലസേന പദ്ധതികൾ നടപ്പിലാക്കുക എന്നതാണ്. കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമം, വില്വാദ്രിനാഥ ക്ഷേത്രം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കേന്ദ്ര ഫണ്ടുകൾ അടക്കം എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ തന്നെ നമുക്കറിയാം, കുത്താമ്പുള്ളി കേരളത്തിലെ തന്നെ അല്ല ഇന്ത്യയിലെ തന്നെ ശ്രദ്ധ നേടുന്ന ഒരു നഗരമാണ്, ഒരു ഗ്രാമമാണ് കുത്താമ്പുള്ളി. നെയ്ത്ത് മാത്രം ഉപജീവന മാർഗമായി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. അപ്പോൾ കുത്താമ്പുള്ളിക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുക. വില്വാരിനാഥൻ്റെ മണ്ണാണ് വില്വാരിനാഥൻ്റെ അമ്പലം. ആ അമ്പലത്തിന് വേണ്ട പദ്ധതി നടപ്പിലാക്കുക. കേന്ദ്ര ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്ര പദ്ധതിയുമായി ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുക. ഇതൊക്കെ തന്നെയാണ് തിരുവില്ലാമല സമഗ്ര വികസനം. അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തിരുവില്ലാമലക്കാരുടെ വികസനം, തിരുവില്ലാമല വികസനം മാത്രമാണ്. ബസ് സ്റ്റാൻഡ് വികസനത്തിന് സാധ്യത ഉണ്ടോ എന്ന് സർക്കാരുമായി കൂടിയാലോചന നടത്തുമെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു. ബസ് സ്റ്റാൻഡ് വികസനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡ് നമുക്ക് ഇപ്പോൾ പരിമിതമായ സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡ് ഉള്ളത്. പിന്നെ നമുക്കൊരു ബസ് സ്റ്റാൻഡ് അമ്പലം ബസ് സ്റ്റാൻഡാണ്. കാരണം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു പുതിയൊരു ബസ് സ്റ്റാൻഡ് എന്നുള്ള ആശയമായിട്ടാണ് അത് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമുള്ളതുകൊണ്ടും അങ്ങോട്ട് പോകാൻ യാത്രക്കാരില്ലാത്തതുകൊണ്ടും ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ജീർണിച്ച അവസ്ഥയാണ്. അത് ഒന്ന് മോഡിഫൈഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ബസ് സ്റ്റാൻഡിൻ്റെ അതായത് സ്ഥലപരിമിതി, അത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന വില്ലേജും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുമൊക്കെയാണ്. അപ്പോൾ നമുക്കിത് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ, ഈ ബസ് സ്റ്റാൻഡിനെ വികസിപ്പിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് കേരള സർക്കാർ ഇനി വരുന്ന MLA-യുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി ബസ് സ്റ്റാൻഡ് വികസിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും.